എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സാപ്പിൽ ഈ അടുത്തിടെയായി വന്നിരിക്കുന്ന ഒരു കിടിലൻ സെറ്റിംഗ്സിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്സാപ്പിൽ നിങ്ങൾ പുതിയതായിട്ടൊരു വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അടിപൊളി ഒരു സെറ്റിംഗ്സ് ആണ്. നിങ്ങളുടെ വാട്സാപ്പ് ചാനൽ പ്രൊഫൈൽ വാട്സാപ്പ് സ്റ്റാറ്റസായി സെറ്റ് ചെയ്തുകൊണ്ട് വാട്സാപ്പ് സ്റ്റാറ്റസായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിക്കാനും അതുവഴി നിങ്ങളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന ഒരു കിടിലൻ സെറ്റിംഗ്സ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ വാട്സാപ്പ് ചാനലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വീഡിയോയാണ്. വാട്സാപ്പിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തവർക്ക് ഫോളോവേഴ്സ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസും അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ചാനലുകളും കാണാവുന്നതാണ്. അത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ മറ്റു ചാനലുകളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ വേണമെങ്കിൽ അവരെയൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാജി മാത്യു എന്നുള്ളതാണ് ആ വാട്സാപ്പ് ചാനലിൻ്റെ പേര്. ഇവിടെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈല് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി ഇട്ടുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് അവരെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ഫോളോവേഴ്സാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വാട്സാപ്പ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ സ്ഥാനത്തായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ നമ്മൾ ചാനൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നതാണ്. സ്റ്റാറ്റസിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ള നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ള ചാനൽസ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാട്സാപ്പ് ചാനൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാജി മാത്യു എന്നുള്ളതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ലിങ്കിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് അത് പ്രസ് ചെയ്യുക. ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് ചാനൽ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. പീപ്പിൾ വിത്ത് ദിസ് ലിങ്ക് ക്യാൻ വ്യൂ ആൻഡ് ഫോളോ ദിസ് ചാനൽ. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ചാനൽ ലിങ്ക് കാണാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് സെൻഡ് ലിങ്ക് വിയ വാട്സാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഷെയർ ടു മൈ സ്റ്റാറ്റസ് എന്നിങ്ങനെ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. പിന്നെ കോപ്പി ലിങ്ക്, ഷെയർ ലിങ്ക്, ഇങ്ങനെ ഓരോരോ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ഷെയർ ടു മൈ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ വാട്സാപ്പിലുള്ള സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈല് വാട്സാപ്പ് സ്റ്റാറ്റസിൽ കാണിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ഫോളോവേഴ്സാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇവിടെ നമ്മൾ ഷെയർ ടു മൈ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈല് ഇവിടെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കലാപരിപാടികളോടുകൂടി ഈ ഒരു സ്റ്റാറ്റസിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു കലാപരമായ നമ്മുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് നമുക്കൊന്ന് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഇവിടെ ഞാൻ ഏറ്റവും മുകളിലായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. ഇവിടെ ഞാൻ എഴുതി കൊടുക്കുകയാണ് ഷാജി മാത്യു. ഷാജി സ്പേസ് മാത്യു. ഷാജി മാത്യു എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം.
ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ എവിടെയാണ് കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് നമുക്കവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് അപ്പോൾ കറക്റ്റ് പൊസിഷൻ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു കൊച്ചിൻ്റെ സ്റ്റിക്കർ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ കൊണ്ട് ഈ സ്റ്റിക്കർ കൊണ്ട് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്കിനി വേണമെങ്കിൽ ഒരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യാം. ജയൻ തന്നെ വരട്ടെ. അപ്പോൾ ജയനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ജയൻ്റെ ഒരു സ്റ്റിക്കറാണ്. അതിവിടെ സൈസ് ചെറുതാക്കി കണക്കിനാക്കിയിട്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാനുള്ള ഒരു പെൻസിലിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോളോ മൈ വാട്സാപ്പ് ചാനൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെൻഡ് ആകും. നമുക്ക് വാട്സാപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഇത് സെൻഡ് ആകും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഈ ഒരു വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈല് വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കാണാനിടയാവും. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലേക്ക് അവർ റീഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പ് ചാനലിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോവേഴ്സായിട്ട് അവർ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈൽ സെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വാട്സാപ്പ് സ്റ്റാറ്റസിലൊന്ന് പോയി നോക്കാം. അതെങ്ങനെയാണ് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പുറകോട്ട് വരാം. അപ്പോൾ പഴയ സ്ക്രീനിൽ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസിൻ്റെ സ്ക്രീനിൽ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പിൽ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ പ്രൊഫൈലിൽ തൊട്ട് താഴെയായിട്ട് വ്യൂ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വ്യൂ ചാനൽ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് വരുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വാട്സാപ്പിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ഫോളോവേഴ്സാക്കി മാറ്റാവുന്നതാണ്. അങ്ങനെ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും വന്ന് നമുക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ ലിങ്കിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് റീഡയറക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് വളരെ വിജയകരമായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാനലുണ്ടെങ്കിൽ ആ ചാനലിൽ ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. ഈ ചാനലെന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു ട്രിക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അവരും കൂടെ ഇതൊന്ന് അറിയട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.